കൊല്ലത്ത് ദളിത് യുവാവിനെ പോലീസ് ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ 1 വർഷം പിന്നിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. SI മനോജ് ചട്ടലംഘനം നടത്തിയെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. ചടയമംഗലം സ്വദേശി സുരേഷിനെയാണ് കാട്ടാക്കട SI മനോജ് വീട് കയറി മർദ്ദിച്ചത്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് സുരേഷ് 24-നോട് പറഞ്ഞു. കാട്ടാക്കട SI എന്നെ ഇവിടെ വന്ന് വിലങ്ങ് വെച്ച് 3 ഗുണ്ടാപ്രതികളെയും കൂടെ കൊണ്ടുവന്ന് വിലങ്ങ് വെച്ച് ആൾമാറിയെന്ന് പറഞ്ഞിട്ട് എന്നെ ആവശ്യത്തിന് ആദ്യമേ SI അടിച്ചു. ഒരുപാട് അടിച്ച് പോലീസുകാരും SIയും കൂടെ എന്നെ അടിച്ചിട്ട് ഗുണ്ടാപ്രതികളെ കൊടുത്ത് എന്നെ അടിച്ച് ഇവിടുന്ന് കൊണ്ടുപോയി. ഗുണ്ടാപ്രതികളും എന്നെ ആവശ്യത്തിന് അടിച്ച് എൻ്റെ പെണ്ണിൻ്റെ തുണിയും കാര്യങ്ങൾ അവളെ കയറി പിടിക്കുകയും തള്ളിയുടെ എല്ലാം ചെയ്ത് ഈ ഗുണ്ടാപ്രതിയിലെ കണ്ടാലറിയാവുന്നൊരു പ്രതിയുണ്ട് കാരാളി ഓണത്തുള്ള. എന്നിട്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി വഴിക്ക് കൊണ്ടുപോയി ഇറക്കി അടിയൊക്കെ തന്ന് ഇറക്കി വിട്ട്. അവിടെ നിന്ന് വന്നപ്പോൾ ഒരു പ്രതിയെ ഇതിൻ്റെ യഥാർത്ഥ പ്രതിയെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇറക്കി വിട്ട് ഇവിടെ വഴിക്ക് കൊണ്ടുവന്ന് പകുതിക്ക് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് കളഞ്ഞിട്ട് പോയി. ആരെയാണ്ട് വെട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ചോദിച്ച് അങ്ങനെ ഫസ്റ്റിൽ എന്നെ പിടിച്ച് വിലങ്ങ് വയ്ക്കുക എല്ലാം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് നിലവിൽ ഒരു കേസും ഇല്ല, എനിക്ക് ഇതുവരെ ഇന്ന് പോലീസ് കേസ് ഉണ്ടായിട്ടില്ല, ഞാൻ അങ്ങനെ പ്രശ്നക്കാരനല്ലെന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എൻ്റെ പെണ്ണിനെ എടുത്തമാർ തള്ളി എറിയുകയൊക്കെ ചെയ്ത് ഈ മനോജ് SI എന്നിട്ടാണ് എന്നെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്യുന്നത്. പുറകെ വിലങ്ങ് വെച്ചാണ് എമാർ ഗുണ്ടാപ്രതിക്ക് കൊടുത്ത് എന്നെ ഇടിപ്പിക്കുന്നത്. സുജിത് സുരേന്ദ്രൻ സുജിത്ത്, ഈ ഗുണ്ടാപ്രതി എന്ന മനോജ് പറയുന്നത് ആരെയാണ്? ആളുമാറി പോലീസ് ഇടിക്കുന്നു, അതിനുശേഷം ഈ ഗുണ്ടകൾ ഇടിക്കുന്നു, അത് കഴിഞ്ഞ് യഥാർത്ഥ ആളെ കിട്ടിയെന്ന് പറഞ്ഞ് വഴി തള്ളിയിട്ട് പോകുന്നു. ചോദിക്കാനും പറയാനും ആരും ഇല്ലെങ്കിൽ പാവങ്ങളാണെങ്കിൽ എന്ത് തോന്നിവാസവും എന്ത് മര്യാദകളും കാണിക്കാം. അതാണ് അവസ്ഥ. സുജിത്ത്. അതെ ഹാഷ്മി, ഈ സുരേഷിന് ശരിക്കും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പോലീസിൽ നിന്നും പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സർക്കാരിൽ നിന്നും നീതി ലഭിക്കാത്തതെന്ന് തന്നെയാണ് സുരേഷ് പറഞ്ഞു വെക്കുന്നത്. 2024 ഓഗസ്റ്റ് മാസത്തിലാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം സുരേഷിനുണ്ടായത്. സുരേഷ് വീട്ടിൽ രാത്രിയിൽ ഇരിക്കുമ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം വീട്ടിലിരിക്കുമ്പോഴാണ് വീട്ടിലേക്ക് പോലീസ് അതിക്രമിച്ചെത്തി സുരേഷിനെ അറസ്റ്റ് ചെയ്യുകയും ഒപ്പം തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും കൈവിലങ്ങ് വെച്ചുകൊണ്ട് വാഹനത്തിൽ കയറ്റി കാട്ടാക്കട സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത് ഈ കൊണ്ടുപോകുന്ന വഴിക്കാണ് ഇദ്ദേഹത്തിന്റെ ആള് മാറിപ്പോയതാണ് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായത്. അതുവരെ വാഹനത്തിലിട്ടും അതുപോലെ തന്നെ വീട്ടിൽ വെച്ചും അതിക്രൂരമായിട്ടാണ് സുരേഷിനെ മർദ്ദിച്ചത്. ഒപ്പം ഈ തടയാൻ ശ്രമിച്ച സുരേഷിന്റെ ഭാര്യയെയും അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചിരുന്നു. ഈ SI മനോജ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ പരിസരത്തുള്ള ചില ക്രിമിനൽ സംഘങ്ങൾക്കൊപ്പമാണ് എത്തിയതെന്നാണ് പറയുന്നത്. നിരവധി കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് SI മനോജ് വീട് കയറി ഇത്തരത്തിൽ മർദ്ദിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ പോലീസിലൊക്കെ പരാതി നൽകി. ചടയമംഗലം പോലീസിൽ പരാതി നൽകിയപ്പോൾ ചടയമംഗലം പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തെങ്കിലും തുടരന്വേഷണങ്ങൾ എങ്ങും എത്തിയില്ല. അന്വേഷണത്തിൽ ഈ മനോജ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെങ്കിലും നടപടികൾ എങ്ങും എത്താത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നാണ് സുരേഷ് പറയുന്നത്. ഹാഷ്മി, പോരാട്ടത്തിന് അർത്ഥം ഉണ്ടാവണം, പോരാട്ടത്തിന് പണം ഉണ്ടാവണം, പോരാട്ടത്തിന് വക്കീലിനെ വെക്കാൻ വക്കീൽ ഫീസുകളും കയ്യിൽ കാശുണ്ടാവണം. ഒന്നുമില്ലാത്ത മനുഷ്യർക്ക് ഇതൊക്കെ അങ്ങ് അകലെയാണ്. നമ്മളിപ്പോൾ വാർത്ത കൊടുക്കുമ്പോൾ ഒരു ധൈര്യത്തിൽ വന്ന് അങ്ങ് വാർത്ത പറയുന്നത് മാത്രമല്ല, ഈ വാർത്ത പറഞ്ഞതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുമോ എന്ന് പോലും ഭീതിയുണ്ട്. സുജിത്ത് പിന്നെയും ആലോചിച്ച് നോക്കൂ, ഇല്ലാത്തൊരു കേസ്, ആരെയോ വെട്ടിയെന്ന് പറഞ്ഞ കേസിൽ ആൾ മാറി വീട്ടിൽ വന്ന് ഭാര്യയോടും മര്യാദകൾ കാണിച്ച് ഒരു പാവം പിടിച്ചവനെ അടിച്ച് ഗുണ്ടകളെ കൊണ്ട് ഇടിപ്പിച്ച് ജീപ്പിലിട്ട് യഥാർത്ഥ ആളെ കിട്ടി എന്ന് പറഞ്ഞ് വഴിയിൽ ഇറക്കി വിടുക അല്ലേ? അതെ, തീർച്ചയായും ഹാഷ്മി, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ പരാതികൾ നൽകി, മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഏതായാലും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്, നടപടി ഉണ്ടാകുന്നത് വരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സുരേഷ് തീരുമാനിച്ചിട്ടുള്ളത്. ഹാഷ്മി, ഓക്കെ, പരാതിയുമായി മുന്നോട്ടേക്ക് പോകുന്നു എന്ന് പറയുന്നു. ഇത് ആത്മാഭിമാനം എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ കൊള്ളുന്ന തല്ല് മാത്രമല്ല, ഇപ്പോൾ ചെവുക്കലിനൊക്കെ കൊള്ളുന്ന തല്ല് മാത്രമല്ല പ്രശ്നം. ചെവുക്കലിന് നമ്മുടെ മുഖത്തേക്ക് ഒരാൾ കൈവീശി ഓങ്ങി അടിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വെക്കുന്ന ആത്മാഭിമാനക്ഷതം കൂടിയാണ്. അത് ഏത് പാവം പിടിച്ചവനാണെങ്കിലും, ഏത് അത്താഴപ്പട്ടിണിക്കാരനാണെങ്കിലും, ഏത് പൈസ ഇല്ലാത്തവനാണെങ്കിലും അവനും അഭിമാനമുണ്ട്. അഭിമാനം സംരക്ഷിക്കാൻ അവൻ അറ്റം വരെ പോവുകയും ചെയ്യും. മനോജിന്റെ ആ പോരാട്ടങ്ങൾക്ക് പിന്തുണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.